CIET NCERT അവതരിപ്പിക്കുന്ന പരിപാടി അമ്മൂമ്മ വീട്ടിലേക്കുള്ള കാർ യാത്ര. ഇന്ന് രാവിലെ തൊട്ടുതന്നെ ആകാശും റിങ്കിയും വളരെ ആവേശത്തിലായിരുന്നു. ഇന്നവർ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ആകാശ് തന്റെ അച്ഛൻ ഓഫീസിൽ നിന്ന് വീട്ടിൽ വരുന്നതിനായി മാത്രമാണ് കാത്തിരുന്നത്. വൈകുന്നേരമായപ്പോഴേക്കും രമേശ് ബാബു ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തി. പെട്ടെന്ന് തന്നെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോകാൻ ടാക്സി ബുക്ക് ചെയ്തു. റിങ്കി അമ്മയ്ക്കൊപ്പം സാധനങ്ങളെല്ലാം ടാക്സിയിൽ എടുത്തുവച്ചു. അച്ഛൻ എത്ര പറഞ്ഞിട്ടും ആകാശ് വാശി പിടിച്ച് ഡ്രൈവറുടെ അടുത്തുള്ള സീറ്റിൽ ഇരുന്നു. ടാക്സി പുറപ്പെട്ടു അമ്മൂമ്മ വീട്ടിലേക്ക്. വണ്ടി വീട്ടിൽ നിന്ന് അല്പം ദൂരെ എത്തിയപ്പോൾ റിങ്കി ശ്രദ്ധിച്ചു, ആകാശും ഡ്രൈവർ അങ്കിളും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത്. ആകാശ്, നീ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതാണ്. അറിയാം, ഹൈവേ എത്തുമ്പോൾ ധരിച്ചോളാം. അങ്കിൾ, താങ്കളും വണ്ടി ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം. ഡ്രൈവർ റിങ്കി പറഞ്ഞത് കേൾക്കാത്ത ഭാവം നടിച്ചു. അപ്പോഴാണ് റിങ്കിയുടെ നോട്ടം കാറിന്റെ സൈഡ് മിററിൽ പതിഞ്ഞത്. അങ്കിൾ, താങ്കൾ എങ്ങനെയാ ഈ പൊട്ടിയ കണ്ണാടിയിൽ പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണുന്നത്? ഞാൻ ഒരുപാട് വർഷങ്ങളായി വണ്ടി ഓടിക്കുന്നവനാണ്. എനിക്ക് ഈ കണ്ണാടിയുടെ ആവശ്യമൊന്നുമില്ല. അച്ഛാ, ഈ അങ്കിൾ വളരെ അശ്രദ്ധയോടെയാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ അമ്മൂമ്മയുടെ വീട്ടിൽ സുരക്ഷിതമായി എത്തുമല്ലോ അല്ലേ? നീ വിഷമിക്കാതിരിക്കെ റിങ്കി, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോഴേക്കും വണ്ടി ഹൈവേയിൽ എത്തിയിരുന്നു. ആകാശ് ഇതുവരെയും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ റോഡിലൂടെ വന്നും പോയുമിരുന്ന മറ്റു വാഹനങ്ങളിലായിരുന്നു. റിങ്കി ഒരിക്കൽ കൂടി അവനോട് സീറ്റ് ബെൽറ്റ് ധരിക്കാനായി പറഞ്ഞു. ആകാശ് സീറ്റ് ബെൽറ്റ് വലിച്ചെടുത്ത് ധരിച്ചെങ്കിലും അത് ലൂസാക്കി കൈകൊണ്ട് പിടിച്ചുകൊണ്ട് കടന്നുപോകുന്ന വാഹനങ്ങളെ വീണ്ടും നോക്കാൻ തുടങ്ങി. ഡ്രൈവർ വഴിനീളെ ശ്രദ്ധയില്ലാതെയാണ് വണ്ടി ഓടിച്ചിരുന്നത്. ചിലപ്പോൾ അയാൾ ഫോണിൽ സംസാരിക്കും, ചിലപ്പോൾ ഓടുന്ന വണ്ടിയുടെ ചില്ല് തുറന്ന് റോഡിലേക്ക് മുറുക്കിത്തുപ്പും. രമേശ് ബാബുവും അയാളുടെ നിരുത്തരവാദപരമായ പെരുമാറ്റത്താൽ അസ്വസ്ഥനായിരുന്നു. അതെ, ഇനി റോഡ് ഇടുങ്ങിയതാണ്, അല്പം സൂക്ഷിച്ച് പതുക്കെ വണ്ടി ഓടിക്കുക. രമേശ് ബാബു ഇത്രയും പറഞ്ഞപ്പോഴേക്കും മുന്നിൽ നിന്ന് വരികയായിരുന്ന ഒരു മോട്ടോർ സൈക്കിളിൽ വണ്ടിയിടിച്ചു. അപകടമുണ്ടായ ഉടനെ റോഡിൽ ആളുകൾ ഓടിയെത്തി. ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ ഒരാൾ ആംബുലൻസും വിളിച്ചു. സീറ്റ് ബെൽറ്റ് ശരിയായി ധരിക്കാത്തതിനാൽ ആകാശിനും പരിക്കുപറ്റി. മോട്ടോർ സൈക്കിൾ യാത്രക്കാരനും ഡ്രൈവറോട് നഷ്ടപരിഹാരം ചോദിക്കാൻ തുടങ്ങി. കണ്ടോ, നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന്? മാപ്പ് തരണം സാർ, എനിക്ക് തെറ്റുപറ്റി, ഞാൻ ശ്രദ്ധിച്ചില്ല. വലിയ അപകടം സംഭവിക്കാത്തതിലും ആർക്കും ഗുരുതര പരിക്ക് ഏൽക്കാത്തതിലും റിങ്കുവിന് സന്തോഷം തോന്നി. അവൾ ഉള്ളിൻ്റെ ഉള്ളിൽ തീരുമാനിച്ചു, അവൾ വലുതായി വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ എല്ലാ ഗതാഗത നിയമങ്ങളും തീർച്ചയായും പാലിക്കുമെന്ന്. ചില ഗതാഗത നിയമങ്ങൾ. ഒന്നാമത്, വാഹനമോടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് അല്ലെങ്കിൽ ഹെൽമറ്റ് ധരിക്കുക. രണ്ടാമത്, നിശ്ചിത വേഗപരിധി മറികടക്കരുത്. മൂന്നാമത്, ട്രാഫിക് സിഗ്നൽ എപ്പോഴും അനുസരിക്കുക. നാലാമത്, സ്വന്തം ലൈനിലൂടെ തന്നെ പോവുക. അഞ്ചാമത്, മറ്റു വാഹനങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുക. ആറാമത്, മദ്യപിച്ച് വാഹനമോടിക്കരുത്. ഏഴാമത്, വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. എട്ടാമത്, ആംബുലൻസ് അല്ലെങ്കിൽ ഫയർ എഞ്ചിൻ പോലുള്ള അടിയന്തര വാഹനങ്ങൾക്ക് വഴിയൊരുക്കുക. ഒൻപതാമത്, നിങ്ങളുടെ വാഹനം പതിവായി പരിപാലിക്കുക. പത്താമത്, പ്രധാന റോഡുകൾ, കവലകൾ, തിരിവുകൾ എന്നിവിടങ്ങളിൽ തിരിയുമ്പോൾ വേഗത കുറയ്ക്കുക. നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് NCERT അവതരിപ്പിച്ച പരിപാടി അമ്മൂമ്മ വീട്ടിലേക്കുള്ള കാർ യാത്ര. വിവർത്തനവും റിക്കോർഡിംഗ് സംവിധാനവും ക്ലാപ്പർ എന്റർടൈൻമെന്റ്. പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ ഉഷ ശർമ്മ. അക്കാഡമിക് സപ്പോർട്ട് യചന ഗുപ്ത.